അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സുഖമായിട്ട് പോണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം പോണ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുന്ന വരെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അന്ന് രാത്രി അവിടെ റൂമെടുത്ത് പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോണ വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണുന്ന എല്ലാവരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യിട്ടാ. ഇപ്പോൾ രാവിലെ 7 മണിക്കാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാടി കഴിഞ്ഞിട്ട് അങ്ങനെ പോവട്ടെ. അപ്പോൾ ആ കവാടം കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഹോസ്പിറ്റലുകളൊക്കെ വരുന്നത്. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഞാൻ വോയിസ് കൊടുക്കാം കേട്ടോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പിന്നെ അതേപോലെ പിന്നെ SIT ഹോസ്പിറ്റൽ, പിന്നെ ശ്രീചിത്ര ഹോസ്പിറ്റൽ, പിന്നെ RCC, അങ്ങനെ കേട്ടോ. ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മുഴുവനും ഹോസ്പിറ്റലുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കാണിച്ച് വരുന്നതാണ് കേട്ടോ. വൈകിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് വരുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളൂ അങ്ങനെ ഒന്നും എടുക്കാനും പറ്റൂല കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലല്ല, നമുക്ക് പറ്റൂല അങ്ങനെ. അപ്പോൾ ഈ കാണുന്ന പിക്ക് അവിടെ പോയി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അത് SIT ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് കേട്ടോ ആ അമ്മയും കുഞ്ഞുള്ള പിക്കുള്ളത്. അതൊരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന നടപ്പാത പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു 11, 1 മണി ആ ഒരു സമയത്ത് ഇവിടെ നല്ല തിരക്കാവട്ടാ. നല്ല തിരക്കാവെന്ന് പറഞ്ഞാൽ ഫുഡിന് വേണ്ടിയിട്ട് വരി ക്യൂ നിൽക്കണട്ടാ. ഇവിടെ കുറേ ആൾക്കാർ ഫുഡ് കൊണ്ടു കൊടുക്കും. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന രോഗികൾക്കും അതേപോലെ അവരെ കൂടെ ഉള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കും കേട്ടോ. നല്ല ക്യൂ ആണ് ഉള്ളത്. പക്ഷേ നമുക്ക് എന്താ പറയുക, അവിടെയൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. അതൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ കാണിച്ചിറങ്ങുന്ന സമയത്തൊക്കെ 2 മണി സമയത്തൊക്കെ തന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ടാവും അവിടെ നിന്ന് കഴിക്കണമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. നമുക്ക് മനസ്സിന് വല്ലാത്ത എന്താ പറയുക വിഷമമാണ് കേട്ടോ അവിടുത്തെ ഓരോരോ രംഗങ്ങളും അവസ്ഥകളൊക്കെ കണ്ടാൽ. അതേപോലെ സിംകാനിറ്റ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ SOS സാന്ത്വന അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജിലുള്ള പേഷ്യൻറ്റും അതേപോലെ RCC എല്ലാ സ്ഥലത്തെ പേഷ്യൻറ്റുകളും ഉണ്ടാവും കേട്ടോ. അവിടെ റൂമിൽ എടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ ക്യാൻസർ വന്നിട്ട് ചെറിയ പൈതം മക്കൾ 3, 4, പിന്നെ ചെറിയ പ്രസവിച്ച മക്കൾ, അതേപോലെ തന്നെ 14, 15 വയസ്സ് ആ പ്രായമുള്ള മക്കൾ, 20 വയസ്സ് പ്രായമുള്ള മക്കളെ കാണുമ്പോൾ വലിയതൊക്കെ ആയി പിഞ്ച് പൈതം മക്കളെ കാണുമ്പോൾ എന്താ പറയുക, അതൊക്കെ ആലോചിച്ചാൽ ഇപ്പോഴും അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അതൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കണ്ടതാണ് ഓരോ രംഗങ്ങളും ഓരോരോ മക്കളെ കാര്യങ്ങളൊക്കെ. ഇപ്പോഴും സങ്കടമായിട്ട് ആലോചിക്കുമ്പോൾ. അപ്പോൾ അത് നമുക്കൊക്കെ എത്രയോ അനുഗ്രഹങ്ങൾ തന്നിക്കണം, ഓരോരുത്തർക്കും എത്രയോ അനുഗ്രഹങ്ങൾ തന്നിക്കണം. അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ എന്താണ്. അപ്പോൾ അങ്ങനെയും മനസ്സൊക്കെ മരവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ രംഗങ്ങളൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ നമ്മളുടെ ഒന്നുമില്ലാന്ന് തോന്നും അങ്ങനത്തെ രംഗങ്ങൾ കണ്ടാൽ. അപ്പോൾ ഉച്ചക്ക് 1:30 ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാനുള്ളത്. അപ്പോൾ അന്നാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ സിംക പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 12:30 പള്ളിയിൽ പോയിട്ട് 2 മണി കഴിഞ്ഞിട്ട് ജുമ കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ 1:30 ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളത്. എനിക്ക് ആകെ ടെൻഷന് കാണാനിട്ട്. അപ്പോൾ സിംക നേരം വൈകിയിട്ടുണ്ടാവില്ല. 1:30 അവിടെ എത്താൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ടോക്കന് നമ്പർ 1:30 ആയിരുന്നു. സിംക ബേജാറാവുന്നു വേണ്ട, ഫയൽ ഓപ്പൺ ചെയ്ത് പോയതല്ലേ, നമ്മളെപ്പോൾ ചെന്നാലും വിളിക്കും, സാരില്ല അങ്ങനെ പറഞ്ഞിട്ട്. എന്നാലും എനിക്ക് ടെൻഷനായിരുന്നു അവിടെ എത്തോളം. പക്ഷേ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. ഞങ്ങൾ വിളിച്ചിട്ട് പോലും ഇല്ല. 1:30 ചെല്ലാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് പോലും വിളിച്ചിട്ടില്ല. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ. എന്നിട്ട് 5 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ച് വരുമ്പോൾ ഫസ്റ്റ് വീഡിയോസിൽ കണ്ടില്ല നടന്നു വരുന്നത്. പക്ഷേ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോയത്. അവിടുന്ന് റൂമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നടക്കാനുള്ള
ദൂരേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ആദ്യത്തെ പോലെ നടക്കാൻ വയ്യ, കാലിന് ലിഗമെൻറ്റിന് പ്രശ്നമായതുകൊണ്ട്. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയതും സ്കാനിങ് കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നതും അതേപോലെ കാണിക്കാൻ പോയതൊക്കെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ. മറ്റേത് എപ്പോഴും അങ്ങനെയൊക്കെ പോകണമെങ്കിലൊക്കെ വത്തട്ടായാലും നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ വയ്യ, ലിഗമെൻറ്റിനും പ്രശ്നമാക്കാനും വയ്യ, സെമിക്കാരനും ഓട്ടോക്ക് പോയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ഡോക്ടറെ കാണിച്ചിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ കൂടെ നടന്ന് പോവാറിന്. അങ്ങനെ കേട്ടോ നടന്ന് വന്നത്. അപ്പോൾ നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ, പക്ഷെ നമുക്ക് ഓട്ടോ വിളിച്ച് പോകുമ്പോൾ നമുക്ക് എന്തോ തോന്നിട്ടാ. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഉള്ള അന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു, അവിടെ നല്ല പെരുമഴയായിരുന്നു. ഞങ്ങൾ രാത്രി 8:50 ട്രെയിനിനാണ് ഞങ്ങൾ വന്നത്. അവിടുന്ന് 8:50 ട്രെയിൻ അതിനാണ് വന്നത്. പക്ഷേ റെയിൽവേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ വണ്ടിയൊന്നും കിട്ടില്ല. അവിടെ മഴ പെയ്തിട്ട് റെയിൽവേയിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞ് ഓട്ടോക്കാരൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ സെമിക്കാതെ പോയിട്ട് KSRTC കാല് കുത്താനും സ്ഥലമില്ല, കയറാനും പോലും പറ്റുന്നില്ല, അത്രക്ക് ജനയുന്നിട്ടാ. വണ്ടികളാ ബസ്സൊക്കെ കുറവായിരുന്നു, അതേപോലെ വണ്ടിയൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ സെമിക്കാതെ കൈയാട്ടി അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഓട്ടോ കിട്ടിയിട്ടാ. അപ്പോൾ പറയുക ഞാൻ വേറെ ബൈക്ക് കൂടെയാണ് പോണത്, നിങ്ങളിങ്ങനെ ട്രെയിനിൽ പോകാനുള്ളതാന്ന് പറഞ്ഞപ്പോൾ വന്നതാന്ന് പറഞ്ഞിട്ടാ ആ ഒരു കാക്ക, വണ്ടിക്കാരൻ കാക്ക. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊടുന്നായി തന്നിട്ടാ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ റെയിൽവേൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് വന്നത്. പിന്നെ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ കഴിക്കലില്ല, ഭക്ഷണമൊന്നും കഴിക്കലില്ല. ട്രെയിൻ ഇറങ്ങുന്ന മുന്നേ എന്തെങ്കിലും കഴിക്കാമെന്നല്ലാതെ സാധാരണ അങ്ങനെ തന്നെ. പിന്നെ ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കലുണ്ടായിരുന്നു. പക്ഷെ പ്രാവശ്യം പോയിട്ട് അതും കുടിച്ചിട്ടില്ല. എൻ്റെ ഏട്ടത്തിൻ്റെ മോളിനെ ചടപ്പിച്ച് ചായ എങ്ങനെ എനിക്ക് എന്താ പറയുക, ചായ എങ്ങനെ ഉണ്ടാക്കണം എന്തെങ്ങനെ അറിയുമോ എന്ന് ചോദിച്ച പാടനെ എനിക്ക് പിന്നെ അതിനോടൊക്കെ ചടച്ച്. അപ്പോൾ പിന്നെ ട്രെയിനിനൊന്നും വാങ്ങി കഴിക്കലില്ല. അങ്ങനെ തിരൂരെത്തിയിട്ടുണ്ട്. 5 മണിയായിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ 8:50 അവിടെ നിന്ന് പോകാൻ 4-5 മണിക്കാണ് കേട്ടോ സാധാരണ റെയിൽവേ എത്തത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സെമിക്കാറിന് നമുക്ക് എന്തെങ്കിലും ചായ കുടിച്ചങ്ങാണ്ട് പോവാം അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ചായ ഒരു നെയ്യപ്പൊക്കെ വാങ്ങി തന്നു കേട്ടോ സെമിക്കാർ. അങ്ങനെ തിരൂരെത്തിയപ്പോൾ ഏറെ ഒരു ഉപകാരമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെയിൽവേ മേൽപ്പാലാണ് കേട്ടോ. ഇത് മറ്റേത് ട്രെയിൻ ഇറങ്ങിയാൽ തിരിഞ്ഞ് വരണം, തിരിഞ്ഞ് വന്നിട്ട് സ്റ്റെപ്പ് കയറി വരണം. പക്ഷേ ഇപ്രാവശ്യം അത് വേണ്ട, ഇവിടെ തന്നെ നേരെ കയറി വരാം. അതാണ് വലിയൊരു ഉപകാരമുള്ളത്. അപ്പം അങ്ങനെ പിന്നെ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ക്ഷീണിച്ചിരിക്കണമെന്ന്. ആദ്യമൊക്കെ ഒരു മാസത്തിൽ തന്നെ 2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് വയ്ക്കൂല ക്ഷീണം കൊണ്ട്. ട്രെയിനിൽ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ. ട്രെയിനിനായാലും യാത്ര ഈ നേരം 8-9 മണിക്കൂർ ഇങ്ങനെ ആടി വരണ്ടേ. ട്രെയിൻ യാത്ര സുഖമാണെന്ന് പറയും, പക്ഷെ എന്നാലും നമുക്ക് അത്രക്കും മേലും കൈയും വേദന കേട്ടോ. വന്ന പിറ്റേ ദിവസമൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ തിരുമ്പലും പിടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പണി തന്നെ ആവും. അപ്പോൾ അവിടുന്ന് ഓട്ടോ വിളിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഒക്കെ വീഡിയോസ്. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണില്ല, ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.